അറിയുന്നുണ്ട്. ഭയങ്കര ഒരു ഡിപ്രഷൻ പോലത്തെ ആഗ്രഹമാണെന്ന് അറിയോ. ഇത് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് ഉടനെ കമന്റ് ഇടുന്ന കുറച്ച് ആൾക്കാരൊക്കെ സെലക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ നമുക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ കാണിച്ച അസൂയപ്പെടുന്ന പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വന്ന് ഇതെന്താണെന്ന് പറയോ അറിയാം. ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ താഴെയല്ല മുകളിലാണ്, നമ്മുടെ വീടിന്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ അയക്കുന്ന കുറേ പ്രൊഡക്ട്സ് അയക്കുന്നത് മാത്രമല്ല കേട്ടോ, വേറെ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 മാസത്തിനിടയ്ക്ക് ഞാൻ വേറെ കുറേ ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് തരുന്നല്ലോ അതോ എൻ്റെ മുതൽ അല്ല അല്ല ഒരു ഡൗട്ട്, വീടിന്റെ മേലെ സോറി. അപ്പൊ അങ്ങനെ നമ്മൾ കുറേ ഐറ്റംസ് കുറച്ചായി വാങ്ങി ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഒക്കെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വന്നത്. രാവിലെ കുട്ടികൾക്ക് എഡിറ്റിങ്ങിന് മുമ്പ് ഞാനും റനക്കുട്ടി കൂടി മുകളിലേക്ക് വന്നിട്ടാണ് ഷൂട്ട് ചെയ്തത്. അവർ എഡിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാമല്ലോ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതൊക്കെ ഇനി എഡിച്ച് കാണിച്ചു തരാന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ശരി, ഏതായാലും ഇപ്പൊ കാണിച്ചിട്ട് പിന്നെ നമ്മൾ കിച്ചൺ അറേഞ്ച് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോയില് കാണിക്കും ഇൻഷാ അല്ലാഹ്. ഇത് കണ്ടോ, കിച്ചൺ നമ്മള് വൈറ്റും ഗോൾഡൻ കളർ ഒരു തീമാണ് ആക്കാനും വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനം വാങ്ങിച്ചാണ് കേട്ടോ, എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്യൂട്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഓരോ സാധനം കാണിച്ചു തുടങ്ങാം കേട്ടോ. അതിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ പറഞ്ഞൊരു കാര്യമാണ്, കൗണ്ടർ ടോപ്പിൽ ആദ്യം ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കിത്ത, അപ്പൊ എല്ലാം ക്ലീൻ ആവുന്നുള്ളത്. അപ്പൊ ഈ സാധനം ഇത് കണ്ടില്ലേ, വേസ്റ്റ് ബാസ്ക്കറ്റ് ആണ്, നല്ല ക്യൂട്ടായിട്ടില്ല. എനിക്ക് കണ്ടുടനെ ഇഷ്ടമായി. കണ്ടുടനെ എനിക്ക് ആ കമന്റുമാണ് കേട്ടോ ഓർമ്മ വന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒന്നാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും വൈറ്റ് കളർ അതും വേസ്റ്റ് ബാസ്ക്കറ്റോ, അത് നിന്റെ വീട്ടിൽ വന്ന്. പക്ഷെ കുറച്ച് ദിവസമൊക്കെ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കും. പിന്നെ വീടൊക്കെ പണി തുടങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് ഉപയോഗിക്കും. നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഓടും കേട്ടോ. അത് ചവിട്ടാനല്ല, പക്ഷെ അമ്മ ചവിട്ടാൻ വിടും തോന്നണില്ല. ചവിട്ടാനല്ല, ഇത് ടേബിളിലേക്കാണ് കയ്യിലെടുക്കാൻ. കണ്ടില്ലേ, ഇതുപോലെ ബാസ്ക്കറ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് കവർ വെച്ചിട്ട് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എവിടെയും വൃത്തിയുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാധനം. ഇത് വന്നിട്ട് 1000 എത്രയോ എനിക്ക് ഓർമ്മല്ല കേട്ടോ, കാരണം നമ്മളിപ്പോ പോയിട്ട് കുറേ ദിവസമായില്ലേ. 1000 സംതിങ് റുപ്പീസാണ് കേട്ടത്. 2000 ഇല്ല, 1000 to 1500 അങ്ങനെ എന്തോ ആണ് പ്രൈസ്. ഇതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നതാണ് ഇത്ത എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കണ്ണ് തട്ടും, അതിനെന്താ പ്രാർത്ഥന എന്നൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അത് എഴുതി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ എല്ലാവരും മുസ്ലിം പ്രോ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അതിൽ ഓതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ ഇപ്പൊ കിട്ടിയ ഒരു വിവരം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് ഒക്കെ അവർ അമേരിക്കൻ കമ്പനീസിന് കൈമാറുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പൊ എനിക്ക് കിട്ടിയ നല്ലൊരു ആപ്പാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. മുസ്ലിം പ്രൈം ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പാണ്. ഇത് വന്നിട്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാം മലയാളത്തിൽ നമ്മുടെ മലയാളികൾക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരു ആപ്പാണ് കേട്ടോ. ഇതിൽ വന്നിട്ട് ഖുർആൻ ഉണ്ട്, ഇപ്പോൾ എല്ലാം സൂറത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ മലയാളത്തിലുള്ള അർത്ഥവും കൂടെ, അർത്ഥം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഖുർആന് പാരായണം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മളിപ്പോൾ ഖുർആൻ വെറുതെ ഓതുന്നേക്കാളും എന്തുകൊണ്ട് 100 ഇരട്ടിക്ക് നമുക്ക് പുണ്യം കിട്ടുന്നത് നമ്മുടെ ഭാഷ അല്ലാത്തതുകൊണ്ട് നമുക്കറിയുന്ന നമ്മുടെ ഭാഷയിൽ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ നമസ്കാര ടൈമുകൾ നമുക്കത് ഇതുപോലെ ബാങ്ക് കൊടുത്ത് നമുക്ക് അലാറം വരും. പിന്നെ അടുത്തത് ദിക്റ് ദുആകൾ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുടുംബത്തിനായിട്ടുള്ള ദുആകൾ, ദിവസം ചൊല്ലാണ്ട് ദുആകൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ദുആ. അതിൽ നിങ്ങൾ ചോദിച്ചൊരു ദുആ ഉണ്ടല്ലോ, കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ദുആ. അതേതാണ്? ഒഴീദുകുമാ ബികലിമാത്തില്ലാഹി താമത്തി മിൻകുലി ഷൈത്താനി വഹാമത്തിൻ വമിൻകുലി ഐനിൽ ആമത്തിൻ. എല്ലാ പിശാചിൽ നിന്നും എല്ലാ മൃഗങ്ങളിൽ നിന്നും
നിന്നും എല്ലാ അസൂയുള്ള കുറ്റപ്പെടുത്തുന്ന കണ്ണുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ പൂർണ്ണമായ വചനങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം തേടുന്നു. ഞാൻ ഡെയിലി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഓരോരുത്തരുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഇത് ഓതിയിട്ട് തടവി കൊടുക്കും. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ണീർ പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ നമ്മുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ജനങ്ങളെ കാണിക്കരുത്, മീൻസ് കാണിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഹദീസ് വരെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരതിൽ അസൂയപ്പെടും. നമുക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ കാണിച്ച് അസൂയപ്പെടുന്നവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ദുആ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ദുആ ചെയ്യാം. പിന്നെ അതുപോലെ കുട്ടികളെ അള്ളാഹുവിനെ സമർപ്പിക്കുന്നതിനുള്ള ദുആ, അങ്ങനെ ഒരുപാട് ദുആകളൊക്കെ ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ പോയി ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഖുർആൻ ഓതാനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കിച്ചണിൽ പണിയൊക്കെ ചെയ്യുകയാണെങ്കിലും ഇത് ഓണാക്കി വിട്ടാൽ മതി. തനിയെ നമ്മളത് കേൾക്കുന്നതും ഖുർആൻ വെറുതെ നോക്കുന്നത് പോലും പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ കേട്ടുകൊണ്ട് പണി ചെയ്യുന്നതും നമുക്ക് പുണ്യമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ പ്രഭാഷണങ്ങൾ കേൾക്കണമെങ്കിൽ അതും പറ്റും. ഇപ്പോൾ പുറത്തേക്ക് എവിടെയെങ്കിലും പോയിട്ട് കിബില നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനും ഇതിനും എല്ലാറ്റിലുള്ള ഓപ്ഷൻസ് സംഭവങ്ങളുണ്ട്. നമസ്കാരം, അതായത് കുട്ടികൾക്ക് മദ്രസ എന്തെങ്കിലും പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇത് കണ്ടില്ല, 1-ാം ക്ലാസ് 2-ാം ക്ലാസ് 3-ാം ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പം മദ്രസയിൽ നമ്മൾ ഇസ്ലാമിക അറബി അക്ഷരങ്ങളാണ് നമുക്ക് അറിയേണ്ടതെങ്കിൽ ഇത് ഇതുപോലെ ആൽഫബറ്റ് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനും എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു സംഭവമാണ് കേട്ടോ. വീഡിയോസ് കാര്യങ്ങൾ പ്രഭാഷണം കേൾക്കണമെങ്കിൽ അതുകൊണ്ടാവും. മറക്കണ്ട, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മറക്കണ്ട. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഒരു നല്ലൊരു കാര്യം നിങ്ങളെ അറിയിച്ചതിനുള്ള ഒരു സന്തോഷം കൂടി എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി മറ്റു സംഭവങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഇത് കാണിച്ചത് ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് എല്ലാം ഇഷ്ടമായിട്ട് വാങ്ങിച്ചു തന്നെയാണ്. പക്ഷെ ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയും. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോസിൽ സ്ഥിരം വീഡിയോ ഇട്ട ഉടനെ കമൻ്റ് ഇടുന്ന കുറച്ച് ആൾക്കാരൊക്കെ സെലക്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ ഗിഫ്റ്റ് അയക്കാമെന്നൊരു ഐഡിയ ഉണ്ട് കേട്ടോ. ഈ പെരുന്നാൾ വരെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും കമൻ്റ് ഇടാം. സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്നവർ നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കില്ല, അതിനായിരിക്കും. പിന്നെ ഒരേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എനിക്ക് തരുമോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കരുത്. നമ്മൾ ചിലപ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഓരോരുത്തർ വരാം. അപ്പം അത് നമുക്ക് ഭയങ്കര വിഷമമാണ്. ചിലപ്പോൾ അത് അനക്കുട്ടിയായിരിക്കും നോക്കുക, ചിലപ്പോൾ ഞാനായിരിക്കും നോക്കുക, പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കമൻ്റ് ഇടും. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പാത്രം കേട്ടോ, പാത്രമല്ല, ഡെക്കോർ പീസാണ്. നമുക്ക് ടേബിളിൽ നമ്മുടെ ടേബിളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കാം. എത്ര ദിവസം എൻ്റെ വീട്ടിലിത് ഭംഗിയിൽ നിൽക്കും എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എങ്കിലും നമ്മളിങ്ങനെ വാങ്ങും. കുട്ടികളെ കയറി ഇതാക്കുമെന്നൊന്നും അറിയില്ല. ഇനി ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നിൽക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ. പിന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം കൂടെ കാണിക്കാനാണ് ഇപ്പോൾ ബുദ്ധിമുട്ട്. ഇതില്ലേ, ഇതെന്താണെന്ന് പറയോ? അറിയുന്നവർ കമന്റ് ചെയ്യൂ. മാവാട്ടണ സാധനം, മാവ് ഇതിലില്ലേ. ഇത് വന്നിട്ട് നമ്മൾ വെജിറ്റബിൾസ്, ചീര, ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ മൂടി അതായത് തിരിച്ചു കൊടുത്താൽ എല്ലാ വെള്ളവും ഇങ്ങനെ സ്പ്രേ ചെയ്ത് പുറത്തേക്ക് വരും. അതിനുള്ള സാധനമാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, സോറി. ഞാൻ അടുത്തത് ഏതാ കാണിക്കുന്നത് പറയൂ. ഇത് വന്നിട്ട് നമുക്ക് എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബാസ്ക്കറ്റാണ്. ഇത് ഞാൻ മുമ്പ് വന്നിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും 3 ഇരട്ടിക്ക് വരെയാണ് ആമസോണിൽ ഉണ്ടായിരുന്നത്. അവിടെ വന്നിട്ട് 500 രൂപ അങ്ങനെ എന്താണ് ഈ ഒരു സാധനത്തിനുണ്ടാവും. അപ്പം ഞാൻ ഏതായാലും 2 എടുത്തിട്ടുണ്ട്. നമുക്ക് അലക്കി തുണികൾ ഇതിലിട്ടിട്ട് എടുത്തിട്ട് ലോണ്ടറി ഇടാ, സാധനങ്ങൾ ഇടാ, പാത്രങ്ങൾ വെക്കാം. എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതിലിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. തിരുമ്പിയ തുണിയും പാലമാരയിൽ ഭംഗിയിൽ വെക്കാനാണെങ്കിലും അങ്ങനെ വെക്കാം. പിന്നെ ഞാൻ നല്ല ഗോൾഡൻ കളർ തീമിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത സംഭവം ടിഷ്യൂ ഹോൾഡറാണ്. ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. നല്ല അടിപൊളി ഗോൾഡൻ കളറാണ്. പക്ഷെ ഇത്രയും വലിയ ടിഷ്യൂ നമ്മൾ വാങ്ങുമോ? നമ്മൾ ടിഷ്യൂ ചെറുതായിരിക്കും. അതെ, നമ്മൾ ടിഷ്യൂക്ക് ചെറുതേ വാങ്ങുള്ളൂ. ഇനി അടുത്തത് നല്ല ക്യൂട്ടായിട്ട് കപ്പ് വെച്ചേരാട്ടാ. ഈ കപ്പ് ഞാൻ എടുത്ത് വെച്ചതല്ല, അമ്മ എടുത്ത് വെച്ചതായിരിക്കും. അമ്മക്ക് ഞാൻ അറിയാതെ ഇങ്ങനെ ചില സാധനങ്ങൾ ഇങ്ങനെ എടുത്തേക്ക് എനിക്ക് വേണം, ഞാൻ വാങ്ങൂലാന്ന് തോന്നുന്ന സംഭവങ്ങൾ. പിന്നെ ഈ നമ്മൾ വലിയ ബോട്ടിൽസ് വാങ്ങിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ആകെ എനിക്ക് 2 കിട്ടിയുള്ളൂ. അവിടെ പിന്നെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയ, അപ്പോൾ 2 ഞാൻ എടുത്ത്. പിന്നെ ഇത് നോക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പറ്റില്ല. നമ്മുടെ ആ ബോട്ടിൽസ് നമുക്കിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാം. ആകെ 2 ബോട്ടിലുള്ളൂ അല്ലേ?
അടുത്ത് കപ്പ് ഒരു 3 ഉണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആർഭാടം തന്നെയാണ് ഈ എത്ര അല്ല എന്ന് പറഞ്ഞാലും എന്ന് വെച്ച്. പക്ഷെ എൻ്റെ ജോലി ഞാൻ പറഞ്ഞു കിച്ചണിലെ സംഭവങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രമോഷനൊക്കെ വരികയാണെങ്കിൽ ഉണ്ടല്ലോ, എൻ്റെ ഇങ്ങനെ സെർവ് ചെയ്യാൻ ഭംഗിയുള്ള പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആക്ച്വലി അവർക്ക് അത് ഒരു പ്രൊഡക്റ്റ് അവർ എന്തെങ്കിലും വെച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ല ഭംഗിയിൽ നമ്മൾ കാണിക്കണം. ഇന്നാൾ എനിക്ക് കിട്ടിയൊരു പണി നിങ്ങൾ അറിയണം. ഇതൊന്നും ആ വീഡിയോയിൽ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഒരു സാധനം ഉണ്ടാക്കിയിട്ടേ അത് നല്ല സാധനമാണ് കേട്ടോ, നല്ല കമ്പനി ഒക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഒരു ഈച്ച പറഞ്ഞതിന് എനിക്ക് എന്തോ ഒരു പണി കിട്ടിയെന്ന് അറിയോ, പറന്നത് കേട്ടോ. ഈച്ചയിൽ വന്ന് ഇരുന്നത് കൂടിയല്ല. അപ്പം എന്നെ സംബന്ധിച്ച് നമുക്ക് നല്ല ഭംഗിയിൽ സെർവ് ചെയ്യാനുള്ള പാത്രങ്ങൾ, കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വരുമാനം കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. നമുക്കൊരു ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്കും അതിൽ ചെയ്യുമ്പോൾ ഒരു സന്തോഷം തോന്നുമല്ലോ. അയ്യോ വെറുതല്ലേ, എനിക്ക് വേദനിക്കണു ഇവിടെ. ഇത് വന്നിട്ട് ഞാൻ വാങ്ങണ്ടാന്ന് വിചാരിച്ച ഒരു കാര്യമായിരുന്നു. ഐക്യന്റെ പ്രത്യേകത ഇത് കണ്ടാൽ തോന്നുന്നു ഐക്യക്കാർക്ക് നമ്മൾ പ്രൊമോഷൻ ചെയ്യണം. ഐക്യക്കാർക്ക് ഞാൻ പ്രൊമോഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത് വേൾഡ് വൈഡ് ആയിട്ട് അറിയപ്പെടുന്ന സംഭവമാണ്. ചിലർ അങ്ങനെയും തെറ്റിദ്ധരിക്കും. അപ്പൊ ഈ സംഭവം കിഡ്സ് റൂമിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടതും എടുത്തൊരു സാധനമാണ് കേട്ടോ. അല്ലെങ്കിൽ ഇത് എന്തിനാണെന്ന് വിചാരിച്ചു. ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചാൽ പിടിക്കും നാനാക്ക് കുഴപ്പമില്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ്. അയ്യോ വരുന്നില്ല, ഞാനെന്റെ മനസ്സുപോലായി. അതോ പൊട്ടിച്ച് അതാ. ഇപ്പൊ കുട്ടികളുടെ തിങ്സ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് പെൻസില് ഓരോരുത്തർക്ക് ഓരോന്ന് വെച്ചു കൊടുക്കാം. ഇവിടെ വീട് മൊത്തം പെൻസിലായിരിക്കും. എന്നിട്ട് ഡെയിലി രാത്രി അത് ഈ പെൻസിലില്ല, ചുറ്റുകുട്ടിയാണ് മെയിൻ. അപ്പൊ നമുക്ക് ഇതൊക്കെ ഇതിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു കൊടുക്കാമല്ലോ. വരാനേ പോണുള്ളൂ, ചുറ്റുകുട്ടിയാണ് മെയിന് പറയണേ. അടുത്ത വർഷം ഒരാളെയും കൂടെ സ്കൂളിൽ ചേർത്ത് എന്താ അവസ്ഥ അതൊന്നും അറിയില്ല. അപ്പൊ ഏതായാലും ഇത് ഞാൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വൈറ്റ് ഹാങ്കർ വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ നോക്കിയവിടെ ഒന്നും കിട്ടിയില്ല. അപ്പൊ ഇത് വന്നിട്ട് ക്യൂട്ടായിട്ട് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാനും പറ്റുന്ന പോലെ കളേഴ്സിൽ കണ്ടപ്പോ അങ്ങനെ പിന്നെ നമ്മള് 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി നല്ലൊരു റീസണബിൾ പ്രൈസിലാണ് കിട്ടിയിട്ടുള്ളത്. വിലയും കുറവാണ്. അവിടെ ചില സംഭവം 139 രൂപ. ഇത്തരണത്തിന് ഇറ്റ്സ് എ റീസണബിൾ പ്രൈസ്. അവിടെ വന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാല് നല്ല വലിയ വലിയ സംഭവങ്ങള് അത്രയ്ക്ക് പൈസ ഉള്ളവർ എടുത്താൽ മതി എന്ന കോൺസെപ്റ്റും, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് അതുപോലെ ക്യൂട്ട് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എല്ലാവരും എടുത്തോളൂ എന്നൊരു കോൺസെപ്റ്റ്. റിച്ച് ലക്ഷറിയസ് എന്നുള്ളത് നല്ല പ്രൈസും, നമുക്ക് ആവശ്യം വരുന്ന നല്ല ക്യൂട്ടായ സ്റ്റഫ് നമുക്ക് കിട്ടുന്ന റീസണബിൾ പ്രൈസിലാണ് വരുന്നത്. അതെ, താഴെ പണിയെടുക്കുന്നതുകൊണ്ട് ഭയങ്കര സൗണ്ട് ഇറിറ്റേറ്റ് ആവുമെന്നുള്ള അറിയില്ല. എനിക്ക് ഇതൊക്കെ വോയിസ് ഓവർ കൊടുക്കാതെ നിന്നാൽ പിന്നെയും ഞാൻ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടാട്ടെ ഞാൻ തന്നെ സംസാരിക്കുന്നത്. പിന്നെ അത് എനിക്ക് അടുത്ത് ക്യൂട്ടായിട്ടും നമുക്ക് യൂസ്ഫുൾ ആയിട്ടും തോന്നിയ പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞ് നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. ഇതുപോലെയുള്ള പാത്രങ്ങൾ, പ്ലേറ്റ്, സ്പൂണ്, പിന്നെ ബൗള്, ഗ്ലാസ്, ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അവിടെ നിന്ന് എടുത്തത്. ഇതും നല്ല വില കുറവാണ്, 199 അങ്ങനെയൊക്കെ ഓരോന്നിനും അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത്. കളർ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കളർ കുട്ടികൾക്ക് നല്ല പ്ലാസ്റ്റിക് ആണ്. നമുക്ക് ഡിഷ് വാഷർ സേഫ് ആണ്. പിന്നെ മൈക്രോ ഓവനിലും വെക്കാം. ചൂട് തട്ടി അങ്ങനെ പ്രശ്നം വരാത്ത EPF ഇല്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ ബേബി സ്റ്റോൺ കൊടുക്കാം കേട്ടോ. അടുത്തത് തിരിച്ചു പിടിച്ച് റാനക്കുട്ടി ഇഷ്ടപ്പെട്ട് ചോദിച്ചൊരു സംഭവമാണ്. ഇതിന്റെ അലാറം അടിച്ചാൽ മൊത്തം വീട് അണിക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ റന അണിക്കില്ല. അതോ അമ്മ എന്നെ പെടുത്തി വിടുന്നത്. മദ്രസ ഉണ്ടല്ലോ, രാവിലെ നേരത്തെ മദ്രസ ഓൺലൈനായിട്ടുണ്ട്. അതിന് എടുക്കാനും വേണ്ടി അല്ല, ഇതെന്ന് ഞാൻ വാങ്ങിയെന്ന് അറിയോ? ഞങ്ങൾ ഇപ്പുറത്തെ റൂമിൽ കിടക്കും, അമ്മ അപ്പുറത്തെ റൂമിൽ കിടക്കും. അലാറം സൗണ്ട് അടിച്ചിട്ട് അമ്മയെ ഡോർ തട്ടും, റെനോ എനിക്ക് അപ്പ ഞാൻ അണിക്കും. അതിനെ വാങ്ങിയത്. ഇത് ഒരു വൈറ്റ്, അതായത് ഓഫ് വൈറ്റ് ആ ഒരു കളറാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. അടുത്തത് ഇത് ഇവരെന്തിനാണെന്ന് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മയും വഴക്കിട്ടു. എന്നിട്ടാണ് അമ്മ ഒരു അടിപൊളി ഐഡിയ തന്നത്, കത്തി സ്റ്റാൻഡ്. ആക്ച്വലി നമുക്ക് ഫ്ലവർ എന്തെങ്കിലും ഒക്കെ വെക്കാം. ഫ്ലവറിന്റെ ഭാഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങള് ഇപ്പൊ തൽക്കാലം എടുത്തിരിക്കുന്നത് എന്തെങ്കിലും കത്തിയോ കയ്യിലോ എടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. പൊട്ടുന്നതാണ്, സെറാമിക് ആണ്. ഞാൻ അടുത്തത്
അമ്മിന്റെ ഗോൾഡ് ആൻഡ് വൈറ്റ്. എനിക്ക് ഗോൾഡൻ വൈറ്റും കളർ കാണുമ്പോൾ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ. ഇത് വന്നിട്ട് നമ്മള് ഈ ചുമരില് എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കൂലേ, അതിന്റെ ഗോൾഡൻ കളറിലുള്ള സംഭവം കിട്ടുന്നില്ല മോളെ. എങ്ങനെയാണ് പൊളിക്കുന്നത്? ഇത് വന്നിട്ട് അതിൽ നമ്മളിങ്ങനെ എസ് ഹൂക്ക് ആ സംഭവമാണ്. ഇതിന് നല്ല വിലയുണ്ട്. അയ്യോ എനിക്ക് വേണ്ട ഷോൾ, അതിനെക്കാട്ടി വേഴ്സാക്കി. ഷാൾ ഇങ്ങനെ ഞാൻ കുറ്റിയിട്ടൊക്കെ വന്നതായിരുന്നു കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ അതിന് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് നമ്മുടെ എന്തെങ്കിലുമൊക്കെ യുട്ടൻസിൽസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടല്ലേ, ഗോൾഡൻ കളർ. കാണിച്ചു കൊടുക്കൂ. ഇതിന്റെ പ്രൈസ് പറയാം, 1048 രൂപ. ഇത് വന്നിട്ട് നല്ല അത്യാവശ്യം എക്സ്പെൻസീവ്. ഒരു 6 എസൂക്ക് ഉണ്ട്, അതിന് 698 രൂപ. പിന്നെ ഇത് വന്നിട്ട് 1223 രൂപ. വേറെ വഴിയില്ല, ഇത് ഫ്രീ തരില്ലല്ലോ. അടുത്തത് ഇത് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിച്ചോളേ. അതാണ് ഇതൊന്നും നമ്മൾ ഒന്നും എടുത്തിരുന്നു ബേബിക്ക് വഴിയായി കൈനി ക്യൂട്ടായിട്ടുള്ള അമ്മ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കാണിക്കാൻ പോണ്. യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേറ്റ് ആണ് കേട്ടോ. പിന്നെ ഇത് വീണ്ടും നമ്മുടെ തീം. കൈ തുടർന്നാണ് കൈ കാണിച്ചു. ഇതിന്റെ പ്രൈസ് എത്രയാണെന്നറിയോ? കിട്ടിയില്ല. ഇത് വലിയ പ്രൈസ് ഒന്നുമില്ല, കുറച്ച് കുറവാകുന്നു. 723 രൂപ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതൊക്കെ ഇട്ട് വെച്ച് ഈ ബാസ്കറ്റ് എത്ര കാലത്ത് ആഗ്രഹമാണെന്ന് അറിയോ. ഇത് വന്നിട്ട് 2258 രൂപയാണ് ഇതിന്റെ വില. എനിക്ക് തോന്നുന്നു ഈ MRP വില കുറവായിരിക്കും, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. നമ്മള് ബില്ല് ഇതുവരെ ബില്ല് ചെക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് എല്ലാ സാധനവും എടുത്തുണ്ടോന്ന് പോലും ഇത്ര ദിവസമായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇത് നമുക്ക് കിച്ചണിലൊക്കെ ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ കുപ്പികളൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ച് നല്ല ഭംഗിയുണ്ടാവും. ഈ കൊറിയൻ ചാനൽസിലൊക്കെ കണ്ടിട്ടില്ലേ, അതാണ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ അടുത്തത് വന്നിട്ട് നമുക്കിത് വേസ്റ്റ് ബാസ്ക്കറ്റോ അല്ലെങ്കിൽ ചെടികളൊക്കെ വെക്കാനുള്ള നമുക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ്, അതൊക്കെ നമ്മുടെ ഇഷ്ടം. പക്ഷെ ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഓരോ റൂമിൽ 2-3 വെച്ചാലും അത്രയും വേസ്റ്റ് ഉണ്ടാവും. ഇവർ അമ്മാതിരി ചപ്പ് ചോറുള്ളൂ. ഇതുപോലെ ഒരു 3 എടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് കാണിക്കാനുണ്ടല്ലോ, നമുക്ക് അടുത്ത വീഡിയോ ആക്കിയാലോ. ടൈമില്ലാതെ എഡിറ്റ് ചെയ്യണ്ടേ, അത് ആലോചിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാം കൂടി ഒന്നിച്ചിട്ട് നോക്കിയാലോ ആദ്യം. അപ്പോൾ ഈ ട്രേയില്ലേ നല്ല രസമുണ്ട്, വൈറ്റിലും നല്ല രസമുണ്ടായിരുന്നു. ഏകദേശം ഇതുപോലെ നമുക്ക് തോന്നും. ഇത് നമുക്ക് എന്തിനാണ് ഉപയോഗിക്കാന്ന് വെച്ചാല് അവരവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാൻഡിൽ ഇങ്ങനെ വലിച്ചെടുത്ത് ഡ്രോ പോലെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് കുട്ടികളുടെ സാധനങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ആ സ്റ്റാൻഡ് വാങ്ങിയിട്ട് ഇപ്പോൾ കിച്ചണിൽ വെച്ചിട്ട് നമുക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, തുണികളെല്ലാം ടോയ്സ്. ഞാൻ അലമാരിയില് കുട്ടികളുടെ തുണികളൊക്കെ അറേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അതുപോലെ 2 എണ്ണം. ഇനി ഒരു കാര്യം, നമ്മൾ ഏറ്റവും ലാസ്റ്റ് എടുത്ത ട്രോളി അവർ കൊണ്ടുപോയി ഒക്കെ തിരിച്ചു വെച്ചു. അതിൽ കുറേ സാധനം എനിക്ക് മിസ് കൊണ്ടുപോയി തിരിച്ചു വെച്ചല്ല, നമ്മൾ മറന്ന് എവിടെയോ വെച്ച അത്രയും വലിയ സ്ഥലത്ത് മറന്നു വെച്ചാൽ നീ കാണാനില്ല പറഞ്ഞത്. അതന്നെ എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. അവര് തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്താ വെച്ചാൽ എവിടെയും കിട്ടിയില്ല. പിന്നെ നമ്മള് നമ്മുടെ പുതിയ കോട്ടയാണ് എന്റെ ബെഡ്റൂമില് വലിയ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നല്ല രസം. എന്താ ശരി പല്ലിപ്പോ പുറത്ത്. ഇടക്കിടക്ക് ഞാനിങ്ങനെ പുറത്തുപോയി നിന്നിട്ട് ഇങ്ങനെ വീടിനെ ഇങ്ങനെ നോക്കി. അത് മാത്രം പണിയുള്ളൂ അമ്മയ്ക്ക് ഇപ്പൊ മെയിൻ ആയിട്ട്. ഇടക്കിടക്ക് ഉണ്ടല്ലോ അങ്ങനെ പോയി നിന്ന് ഒരുപാട് പണി ചെയ്ത് എനിക്ക് സ്ട്രെസ് ആവുമ്പോ ഞാൻ പറഞ്ഞ ചിലപ്പോ കരഞ്ഞു പോകും. എനിക്ക് ഇപ്പൊ തന്നെ എന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെ ആകുന്ന സമയത്ത് ഞാൻ മെല്ലെ പുറത്തേക്ക് പോകും. വീട് ഇങ്ങനെ പണി നടക്കുന്നത് ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കും. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സമാധാനമാണ്. ഞാൻ ഇത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ, അത് നടന്നുകൊണ്ടിരിക്കുന്നല്ലോ എന്ന് കാണുമ്പോൾ സമാധാനം. എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലാന്ന് തോന്നും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം റിലാക്സ് ചെയ്ത് കുറച്ച് ദിവസം എനിക്കൊന്ന് ഉറങ്ങാൻ ഇൻഷാ അല്ലാഹ്. അപ്പം നമുക്ക് നമ്മുടെ എന്തോരം വലിയ പോട്ടിലാണെന്നറിയോ. ഇതിൽ ഇടാനുള്ള സാധനങ്ങൾ വാങ്ങുന്നൊന്നും അറിയില്ല അത്രയ്ക്ക്. കാരണം ഇത് ഒരു 2 കിലോന്റെ സാധനം കൊള്ളും തോന്നുന്നു, കണ്ടില്ലെന്നാ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ കിച്ചണില് ഒരു ഓപ്പൺ ഷെൽഫ് ചെയ്യുന്നുണ്ട്, അതാണ് പ്ലാന്.
അപ്പൊ അതിൽ വന്നിട്ട് നല്ല ഭംഗിയിട്ട് ഞാൻ അടുക്കി വെക്കാനും വേണ്ടിട്ട് വാങ്ങിച്ച അമ്മ നിറച്ച് മുട്ടായി നിറയ്ക്കല്ലേ അമ്മേ? ആ അതൊരു പ്ലാൻ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. എന്റെ പ്ലാൻ എല്ലാം നടക്കുമെന്നൊന്നും അറിയില്ല. ഇൻഷാ അല്ലാഹ് പഠിച്ചോന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നടക്കും, നടക്കട്ടെ. അപ്പൊ ഇതെല്ലാം കാണിച്ചു തരാം. ഇതുപോലത്തെ ബോട്ടിൽസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിന്റെ തൊട്ട് താഴെയുള്ളത് ഞാനത് പൊളിക്കുന്നില്ല കേട്ടോ, മടിച്ചുണ്ടോ. പിന്നെ ഇതെന്താന്ന് മനസ്സിലായോ? എന്താ സംബന്ധിച്ചാല് നമ്മുടെ ചുറ്റുകുട്ടീന്റെ റൂമിലേക്ക് കിഡ്സ് റൂം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിലുള്ള ലൈറ്റ് ആണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഓർഗനൈസ് ചെയ്യുന്ന നമ്മുടെ ഷെൽഫിന്റെ ഉള്ളിൽ വെക്കുന്ന ഒരു റാക്കാണ്. അത് ഞാൻ പൊളിക്കുന്നില്ല, അത് റനാക്കാണ്. ആ പിന്നെ കിച്ചണോ? ആ അതിന്റെ സ്ക്രൂ ഒക്കെ പോകും, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. ഇനി ഇതൊക്കെ നമ്മൾ കിച്ചണിൽ അറേഞ്ച് ചെയ്യുന്ന വീഡിയോ വരുമ്പോൾ ഒക്കെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ ഇല്ലേ നല്ല വെയിറ്റ് ഉണ്ട് അതിന്റെ ഈ ബോട്ടിലില്ലേ അതിന്റെ ഒന്നും കൂടെ പൊട്ടിക്കാതെ. പിന്നെ ഈ ബോക്സ് ഇത് നമ്മൾ ഒന്നും നമുക്ക് കിച്ചണിൽ ആ റാക്കിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ പൊടികൾ മറ്റത് മറിച്ചൊക്കെ ഇങ്ങനെ അടുക്കി വെക്കാം. ഞാൻ ഒന്നും കൂടെ ഇനിയിപ്പോൾ ഐക്യയിലേക്ക് പോകുന്നുണ്ട്. ഒക്കെ നമ്മൾ സാമ്പിളിനാണ് എടുത്തിട്ടുള്ളത്. എല്ലാം അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം അറിയും ഇനി എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. ഇപ്പം ഇതുപോലെ മൂടിയുള്ളതാണ്. ഇത് നമുക്ക് അലമാറിൻ്റെ അകത്തും വെക്കാം കേട്ടോ. അതുപോലത്തെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പുറത്തുണ്ട്. ഞാനൊരു കാര്യം ചെയ്തിട്ട് ഈ വീഡിയോ ഇപ്പൊ തന്നെ 20 മിനിറ്റിന്റെ മുകളിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ കാണാനും ബുദ്ധിമുട്ടാവും. ഇത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇടാം. ഇനി കുറേ ഐറ്റംസ് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. ബെഡ്റൂമിലേക്ക് വെക്കാനുള്ള അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ കാണിക്കാനുണ്ട്. അത് ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എന്താ ഇപ്പോഴത്തും കുറേ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ താഴെ ഒരു 2 പെട്ടി സാധനങ്ങളുണ്ട്. ലാസ്റ്റ് നമ്മൾ കോയമ്പത്തൂർ പോയപ്പോൾ വാങ്ങിച്ചു. അതെല്ലാം കൂടി ഇനിയൊരു വീഡിയോയിൽ ഇടാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഇഷ്ടമായത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഡെയിലി കമൻറ്റ് ഇടുന്ന 1-2 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഈ പെരുന്നാളാകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റുകൾ അയക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും വേണം. അതുകൊണ്ടും കൂടിയാണ് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇതുവരെ സാധിച്ചു പോകുന്നതും. താങ്ക് യു സോ മച്ച്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.